ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓണപരിപാടിയായി. പരിപാടി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായെങ്കിലും ഞാൻ ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ നേരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിൽ വെച്ചാട്ടോ പ്രോഗ്രാമൊക്കെ. അപ്പോൾ രാവിലെ ചെന്നപ്പോഴേക്ക് അത്തപ്പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സാറ് നമ്മുടെ മാവേലി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മേളിൽ വന്നപ്പോഴേക്ക് എല്ലാവരും അത്തപ്പൂക്കളമൊക്കെ ഇട്ട് നല്ല അടിപൊളി അത്തപ്പൂക്കളമായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ സാർ അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പ്രോഗ്രാമിലോട്ടാണ് പോകുന്നത്. എന്ന് യൂണിഫോമിൽ കാണുന്ന ഞങ്ങളെല്ലാം കളർ ഡ്രസ്സ് ഇട്ടപ്പോൾ എല്ലാവർക്കും പ്രത്യേക ഭംഗിയായിരുന്നു. എന്ന് യൂണിഫോമിൽ കണ്ട് നമ്മൾ മടുത്ത്. അങ്ങനെ മാവേലിയൊക്കെ സെറ്റായിട്ട് വന്ന് മാവേലി എല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നേ. ഗ്രൂപ്പായിട്ടൊക്കെ ആയിരുന്നു പ്രോഗ്രാംസൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ടീമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ടീമായിരുന്നു ഏറ്റവും കൂടുതൽ പോയിൻ്റൊക്കെ വാങ്ങിയത്. പിന്നെ പ്രോഗ്രാമിൽ എല്ലാവരും ഒറ്റ മൈൻഡ് സെറ്റായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. എൻ്റെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് ഇത്ര ഞാൻ എൻജോയ് ചെയ്ത ഒരു പരിപാടി വേറെ ഇല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിലാണോ കോളേജിലാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുപോലുള്ള പരിപാടികളും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഫുൾ വൈബായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഇത്ര അടിച്ച് പൊളിച്ചൊരു ദിവസം ഈ അടുത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവസാനത്തെ ഗെയിം ഓണമെന്ന് പറഞ്ഞാലേ വടംവലിയാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ ക്ഷീണിച്ചൊരു പരുവമായി. അങ്ങനെ അടുത്തത് ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു, കൂടെ ഞങ്ങളുടെ ഡാൻസും ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാറുമാരുടെ പാട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവരൊക്കെ ഇത്ര നല്ലോണം പാടുമെന്നൊക്കെ അറിഞ്ഞാൽ നമ്മൾ അന്നായിരുന്നേ. പിന്നെ സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഗിഫ്റ്റ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നേ അന്ന്.